നമസ്തേ. നാരായണീയം ഷഷ്ഠസ്കന്ധം ദശകം 22. ശ്ലോകം 1. അജാമിലോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപദാൻ ഗിഹാശ്രമീ ഗുരോ ഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. നാമജപത്തിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഈ സംഭവം അജാമിളോപാഖ്യാനം ഭട്ടതിരിപ്പാടിൽ വിശദീകരിക്കുന്നത്. വിഭോ പുരാഗൃഹാശ്രമി, മഹാപ്രഭുവായ ഗുരുവായൂരപ്പ പണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുവാനും ധർമ്മപഥാൻ ചരാൻ അജാമിള നാമ മഹീസുര, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവരുമായ അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഗുരോ ഗിരാകാനനം ഏത്യ, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ദർഭ ചമത മുതലായവ ശേഖരിക്കുവാൻ വനത്തിലേക്ക് പോയപ്പോൾ സുദൃഷ്ട ശീലാം മദാകുലാം കുലടാം ദൃഷ്ടവാൻ, ശൃംഗാരഭാവം നടിച്ച് വ്യാജമായ ശരീരചേഷ്ടകൾ കാണിച്ച് അന്യപുരുഷനെ വശീകരിക്കുന്ന ശീലത്തോടു കൂടിയവളും അഹങ്കാരിയുമായ ഒരു വേശ്യയെ കണ്ടു. ഒരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ച വ്യക്തി ചെറുപ്പത്തിൽ തന്നെ ആ വേദപാരായണവും അതുപോലെ വേദങ്ങൾ പഠിക്കുകയും സത്വഗുണപ്രധാനമായ ജീവിതം നയിക്കുകയും ചെയ്ത ഒരു ബ്രാഹ്മണൻ ഒരു ദിവസം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ദർഭ ചമത മുതലായത് ശേഖരിക്കാനായിട്ട് വനത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ശൃംഗാരഭാവത്താൽ വ്യാജചേഷ്ടകൾ കാണിച്ച് അന്യപുരുഷനെ വശീകരിക്കുന്നവളും അഹങ്കാരിയുമായ ഒരു വേശ്യയെ അജാമിളൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു സ്ത്രീ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്യപുരുഷനെ വശീകരിച്ച് എന്താണോ വേണ്ടത് അത് നൽകി അതിന് പണവും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമുള്ളൊരു സ്ത്രീ, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടു. കഷ്ടകാലം തുടങ്ങുമ്പോഴാണ് സത്സ്വഭാവികളായ മനുഷ്യർ പോലും ഇത്തരത്തിലുള്ള പരിതസ്ഥിതിയിൽ ചെന്നുപെടുന്നത്. നോക്കൂ, വളരെ നല്ല ജീവിതം നയിച്ചു വരുന്ന ഒരാൾ അവിടെ വനത്തിലെത്തിയപ്പോൾ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ആ സ്ത്രീയിൽ ഭ്രമം വന്നു എന്നാണ്. അപ്പോൾ മനുഷ്യൻ എപ്പോഴാണ് വേണ്ടാത്ത മാർഗത്തിലേക്ക് പോകുന്നത് പ്രവചിക്കാനും കൂടി പറ്റില്ല എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. ഗുരുവായൂരപ്പനോട് പറയുകയാണ്. അടുത്തത് ശ്ലോകം 2. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യതയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദദോ ഭവൻ നാമയുധേ സുധേരതീം. രണ്ടാമത്തെ ശ്ലോകത്തിൽ സ്വതഃ പ്രശാന്ത അഭി, സ്വതവേ പ്രശാന്തനാണെങ്കിലും, അതായത് ഈ അജാമിളൻ തഥാഹൃദാശയ സ്വധർമ്മം ഉത്സജ്ജതയാ സമാരമൻ അധർമ്മകാരി, വേശ്യയാൽ ആകർഷിക്കപ്പെട്ടവനായി സ്വധർമ്മം ഉപേക്ഷിച്ച് അവളോട് ചേർന്ന് ആഹ്ലാദിച്ച് അധർമ്മങ്ങൾ ആചരിക്കുന്നവനായി മാറി. ദശമീഭവൻ പുനഃ ഭവനാമയുധേ സുതേ രതിയും ദധൗ, വാർദ്ധക്യദശയിലെത്തിയപ്പോൾ അങ്ങയുടെ നാമധാരിയായ നാരായണൻ എന്നാണ് ഇളയ മകൻ്റെ പേര്, അവനെ ആ കുട്ടിയോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചു? സ്വധർമ്മമായ സദാചാര ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് ദുഷ്ടജനങ്ങളുമായി സംസർഗം ചെയ്യുമ്പോൾ അതുവരെ നല്ല രീതിയിൽ ജീവിച്ചു പോയ വ്യക്തി എങ്ങനെയാണ് ആ ദുഷ്ടന്മാരുമായിട്ട് അവരുടെ ജീവിതവുമായി ഇഴുകിച്ചേരുമ്പോൾ നഷ്ടം ഉണ്ടാവുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് സജ്ജന സംസർഗം വേണം. നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അടുക്കപ്പെടാവുന്ന ആ വ്യക്തി എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത്, അത് നമ്മുടെ സ്വഭാവത്തിന് ഇണങ്ങിയതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അടുപ്പമോ കാണിക്കാൻ. അത് ഈ അജാമിളന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുണ്ടായി ആ കാര്യം പറയാം. ആ കാലപ്രവാഹം അങ്ങനെ ആ അധർമ്മ ജീവിതം തന്നെ തുടർന്നു വന്നു. പിന്നെ തൻ്റെ സ്വന്തം ഗൃഹത്തെപ്പറ്റി ഓർക്കാതെ എന്തൊക്കെയാണോ നീചമായ കാര്യങ്ങൾ ആ സ്ത്രീ ചെയ്യുന്നത് അതിനോട് യോജിച്ചുകൊണ്ട്
അധർമ്മമായ ജീവിതം അങ്ങനെ പോയി. അവസാനം വാർദ്ധക്യം ബാധിച്ചു. ആ സമയത്ത് തൻ്റെ ഏറ്റവും ഇളയ മകനായ കുട്ടിക്ക് നാരായണൻ എന്ന പേര് അദ്ദേഹം ഇട്ടിരുന്നു. ആ നാരായണൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്ന നിലയിൽ നാരായണ നാരായണ എവിടെയാണ് നീ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നാരായണ എന്നുള്ള നാമം ഇങ്ങനെ ഇടയ്ക്കിടെ ഉരുവിടാൻ തുടങ്ങി. അടുത്തത് ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയം കരാ സ്ത്രീനഭിലക്ഷയൻ ബിയ പുരാമനാക്ത്വസ്മൃതിവാസനാബല ജുഹാവനാരായണ നാമകം സുധം. സഹ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ പിയ. അജാമിളൻ മരണാസന്നനായപ്പോൾ ഭയം തോന്നിക്കുന്ന രൂപത്തോടു കൂടിയ 3 കാലദൂതന്മാരെ കണ്ട് പേടിച്ച് പുരാമനത്വസ്മൃതി വാസനാബലാത്, മുമ്പ് അല്പം ഈശ്വരസ്മരണ മൂലമുണ്ടായ വാസനാബലത്താൽ നാരായണനാമകം സുതം ജുഹാവ, നാരായണനാമധാരിയായ മകനെ പേരെടുത്ത് വിളിച്ചു എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ആ മകൻ്റെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ആ മരിക്കാൻ ഏകദേശം സമയം എത്തിയിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം 3 യമകിങ്കരന്മാർ തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് താൻ പലപ്പോഴായിട്ട് വിളിക്കുന്ന നാരായണ എന്ന കുട്ടിയുടെ പേര് വിളിക്കുമല്ലോ, അത് വിളിച്ചുകൂടെ. നാരായണ 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 നോക്ക് എന്നുള്ള രീതിയിൽ ഈ 3 യമകിങ്കരന്മാരുടെ അടുത്തേക്ക് വരുന്നു എന്ന് അദ്ദേഹം ആ മരണത്തിൻ്റെ മരിക്കാനായിരിക്കുന്നു, മരണാസന്നനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് നാരായണനാമം ജപിക്കുന്ന പോലെ, അത് ഒരു ജപം പോലെ ആയല്ലോ അത്. അപ്പോഴെന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെപ്പറ്റി അത്ഭുതത്തോടു കൂടി പട്ടതിരിപ്പാട് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ശ്ലോകം 4. ദുരാശയസ്യാപി തഥാ ത്വനിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാത് പുരോഭിപേദുർഭവദീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാഃ. ദുരാശയസ്യ അപി പുരഃ. ജീവിതത്തിൻ്റെ 2ാം ഘട്ടത്തിൽ അധർമ്മജീവിതം നയിച്ച ദുഷ്ടബുദ്ധിയായ അജാമിളൻ്റെ തദാസ്യ നിർഗതദ്വിതീയ നാമാക്ഷരമാത്ര വൈഭവാത്, മുഖത്ത് നിന്ന് പ്രവഹിച്ച അങ്ങയുടെ ഗുരുവായൂരപ്പൻ്റെ തിരുനാമാക്ഷരങ്ങളുടെ മാഹാത്മ്യത്താൽ ചതുർഭുജാഃ പീതപടാഃ മനോരമാഃ ഭവദീയ പാർഷദാഃ അഭിപേതുഃ. 4 കൈകളോടെയും മഞ്ഞപ്പട്ട് ധരിച്ചും സുന്ദരരൂപികളായ അങ്ങയുടെ സേവകന്മാർ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. മരണം അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യമകിങ്കരന്മാരെ കണ്ട് പേടിച്ച് നാരായണ 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 എന്ന് ഉരുവിട്ട സമയത്ത് എന്താ അവിടെ സംഭവിച്ചത്? ഈ യമകിങ്കരന്മാരടുത്തേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് അവിടെ മഞ്ഞപ്പട്ടുധാരികളായ 4 കൈകളോടുകൂടിയ സുന്ദര രൂപത്തോടുകൂടിയ വിഷ്ണു പാർഷദന്മാർ, വിഷ്ണുദൂതാക്കളാണ് അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. ആ നാരായണനാമത്തിൻ്റെ ശക്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. സത്വഗുണപ്രധാനമായ ബ്രാഹ്മണ ജീവിതം ആദ്യം നയിച്ച അജാമിളൻ പിൽക്കാലത്ത് വേശ്യയിൽ അനുരക്തനായി അവളുടെ ജീവിതശൈലി അനുകരിച്ചു ജീവിച്ചു. അജാമിളൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം അതുമൂലം ഉണ്ടായി. സാത്വികഭാവം പോയി ക്രൂരഭാവത്തിലേക്ക് മാറി. ശിഷ്ടനെന്ന പേരിൽ അറിയപ്പെട്ടവൻ പിന്നീട് ദുഷ്ടനെന്ന പേരിൽ കുപ്രസിദ്ധനായി. പാപിയായ തന്നെ യമലോകത്തേക്ക് കൊണ്ടുപോകുവാനായി വന്ന കാലദൂതന്മാരെ കണ്ട് പേടിച്ച് തൻ്റെ ഇളയ മകനായ നാരായണനെ പേരെടുത്തുറക്കെ വിളിച്ചു. ദുഷ്ടൻ്റെ മുഖത്തിൽ നിന്ന് അതിവിശിഷ്ട നാരായണ എന്ന നാമാക്ഷരി ബഹിർഗമിച്ചു. നാരായണനാമത്തിൻ്റെ മഹത്വത്താൽ മഹാവിഷ്ണു രൂപത്തിലുള്ള വിഷ്ണുപാർഷദന്മാർ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നാരായണനാമത്തിൻ്റെ ശക്തി എന്താണ്? എന്തിനാ നാമം ജപിക്കുന്നതൊക്കെ പലരും ചോദിക്കും. പല അപകടങ്ങളും ഏത് നിമിഷവും ഏതൊരു മനുഷ്യനും വന്നു ചേരാവുന്നതാണ്. അത് നമുക്ക് മുൻകൂട്ടി അറിയണമെന്നില്ല.
എപ്പോഴാണ് ഒരു വീഴുക, ഒരു കുഴിയിൽ വീഴുന്നു പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുക, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റും ഇല്ല. കാലിടറി വീഴാം, എപ്പോൾ വേണമെങ്കിലും വീഴാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം എപ്പോഴാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നാരായണ നാരായണ എന്നുള്ളത് അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നാരായണനാമം വളരെ പ്രസിദ്ധമായ ഒരു നാമമാണ്. അതിൻ്റെ ശക്തി അപാരമാണ്. കാലദൂതാക്കൾ അങ്ങോട്ട് അടുത്തില്ല, അവരങ്ങോട്ട് മാറ്റിയിട്ടാണ് ഈ വിഷ്ണു ദൂതാക്കൾ അവിടെ എത്തിയിരിക്കുന്നത്. പലരും ഈ മരണ സന്ദർഭം അടുക്കുന്ന സമയത്ത് പേടിച്ച് നിലവിളിക്കുന്ന കാണാം. അത് ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഈ യമലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുന്നു. അത് പ്രത്യേകിച്ച് എങ്ങനെ ഉണ്ടാവുക? ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവർക്കാണ് അത് തോന്നുക. സത്വഗുണം ചെയ്തവർക്ക് അങ്ങനെ പേടിയുണ്ടാവില്ല. കാരണം പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. വയസ്സാകുമ്പോൾ എല്ലാവരും നല്ലപോലെ പെരുമാറും, അത് ശരിയാണ്. പക്ഷെ അവരെ നല്ല കാലത്ത് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തൊക്കെ കയ്യിരിപ്പുകൾ ആ സമയത്തുണ്ടായിരിക്കാം, ആരെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ടാവാം, ആരെയൊക്കെ തല്ലിയിട്ടുണ്ടാവാം, ആരുടെയൊക്കെ ശാപമേറ്റ് വാങ്ങിയിട്ടുണ്ടാവാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വയസ്സാകുമ്പോൾ ആരോഗ്യമൊക്കെ പോയി. അപ്പോൾ ആളുകൾ വളരെ സമാധാനമായ ഒരു ജീവിതത്തിൽ പെരുമാറുന്നു, വേറെ ഒരു രക്ഷയില്ല. പക്ഷേ ഈ നാമജപം എന്ന് പറയുന്നത് മുടങ്ങാതെ നടത്തുന്നവർക്ക് അവിചാരിതമായി കിട്ടാവുന്ന ഗുണഫലമാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് നൽകുന്നത്. അടുത്തത് ശ്ലോകം 5. അമുഞ്ച സംഭാഷ്യ വികർഷദോപടാൻ വിമുഞ്ചദേത്യാരുരു ദുർബലാദമി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം നിവേദയൻ. അമുഞ്ച സംഭാഷ്യ വികർഷദഃ ഭടാൻ വിമുഞ്ചത ഇതി അമീബലാദ് ആരുരുധു. കാലകിങ്കരന്മാർ കാലപാശത്താൽ ബന്ധിച്ച് അജാമിളനെ വിളിച്ചിഴയ്ക്കുന്നത് കണ്ട വിഷ്ണുദൂതന്മാർ വിടൂ വിടൂ എന്ന് പറഞ്ഞ് അവരെ ബലമായി തടഞ്ഞു. തഥാ ഭാവജനൈ നിവാരിതാഹ തേജ നിഖിലം തദീയപാപം വേദയൻ. ഈ സന്ദർഭത്തിൽ അങ്ങയുടെ ദൂതന്മാരാൽ തടയപ്പെട്ട യമകിങ്കരന്മാർ അജാമിളൻ ചെയ്ത പാപം എന്തെല്ലാമാണെന്ന് അവരെ അറിയിച്ചു. വിഷ്ണുദൂതാക്കൾ അവിടെ എത്തിയത് യമദൂതാക്കളിയാളെ കാലപാശം കൊണ്ട് കെട്ടിവലിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നാരായണ ജപവും നടക്കുന്നത്. ആ സന്ദർഭത്തിൽ വിഷ്ണുദൂതാക്കൾ അവിടെ എത്തി. അവർ ഉടനെ തന്നെ നാരായണൻ്റെ അനുഗ്രഹം ആ സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അവരുടെ സാന്നിധ്യത്തിൽ. ഉടനെ ആ കാലകിങ്കരന്മാരോട് പറഞ്ഞു, ആളെ വിടൂ, അജാമിളനെ വിടൂ എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ സന്ദർഭത്തിൽ ആ കാലകിങ്കരന്മാരുണ്ടല്ലോ, യമകിങ്കരന്മാർ പറഞ്ഞു, നിങ്ങൾക്കിവിടെ എന്താ കാര്യം? ഈ പാപി എന്തൊക്കെ ദുഷ്ടകർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെയൊക്കെ പൂർണ്ണ വിവരം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കൃത്യം നിർവഹണത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പറയാം. അവരുടെ ദൗത്യം അതാണല്ലോ, പാപികളെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ. ആ ദൗത്യം ഞങ്ങൾക്ക് നൽകിയത് യമധർമ്മനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കരുത് എന്ന് വിഷ്ണുദൂതാക്കളോട് പറയാം. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഈ സ്വർഗവും നരകവും ഒന്നുമില്ല എന്നുള്ളത്, ഒക്കെ ഈ ഭൂമിയിലാണ് എന്നല്ല. അല്ല, എല്ലാ മതങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട്. സനാതനധർമ്മം മാത്രമല്ല, എല്ലാ മതങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ഈ ജന്മത്തിൽ ലഭിച്ചില്ല എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യാതനാ ശരീരം നമുക്ക് ലഭിക്കുന്നവരുണ്ട്. മറ്റു ശരീരം ദഹിപ്പിക്കുക എന്തോ ചെയ്യും. അത് കഴിഞ്ഞ് യാതന എന്ന് പറഞ്ഞാൽ ഈ പീഡനം, നരകപീഡനം അനുഭവിക്കാൻ പര്യാപ്തമായ ഒരു ശരീരം നമുക്ക് നൽകുന്നവർ. അങ്ങനെ ആ ശരീരത്തോടു കൂടിയാണ് നരകത്തിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും, എല്ലാ പാപമല്ല, മഹാപാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിൽ തന്നെ അനുഭവിക്കും. പക്ഷേ മഹാപാപം ഉണ്ടല്ലോ, പലതരത്തിലുള്ള പീഡനങ്ങൾ, ഈ സ്ത്രീ പീഡനം, അതൊക്കെ അതിൽ പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം ആളുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടുവെങ്കിലും നരകത്തിൽ അവർ കണക്ക് പറയേണ്ടി വരും. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അവിടെ ഒരു ഇടപെടലുമില്ല,
മറ്റെങ്ങനെയെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് ശിക്ഷാ നടപടി ഒഴിവാകാനോ അതിനൊന്നും പറ്റില്ല. അവിടെ ശരിക്കുള്ള ശിക്ഷ എന്താണോ തെറ്റിയത് അതൊക്കെ നോക്കി എത്ര കാലം വരെ അവിടെ കഴിയണോ അത്ര കാലം വരെ കഴിയണം എന്നുള്ളതാണ് എന്ന ഒരു ചിത്രം നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുകയാണ്. നമസ്തേ.